ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മത്തിക്കറി റെസിപ്പി ആയിട്ടാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ഇത് നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ ഒരു 2 നുള്ളു ഉലുവ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് ഉള്ളി കണ്ടോ, നന്നായിട്ട് തന്നെ വഴന്ന് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ കിട്ടണം. ഇനി ഇതിലോട്ട് ഒരു 8 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തിട്ടുള്ളതാണ്. ഇതുകൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 3 പച്ചമുളക് അരിഞ്ഞതും 1.5 തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് വെജിറ്റബിൾസ് എല്ലാം നല്ല പാകത്തിന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർക്കാം. 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇതൊക്കെ ചേർത്തിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ചെറിയൊരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ വാളംപുളി വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതുകൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഞാനിതിലോട്ടൊരു 1.5 തക്കാളി ചേർത്തുകൊണ്ട് തന്നെ കൂടുതലായിട്ട് പുളി ചേർക്കുന്നില്ല. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇതാ കറി വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കിലോ കുഞ്ഞമത്തിയാണ് എടുത്തിട്ടുള്ളത്. ഇത് കറിയിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെക്കാണ്ട് മീനൊക്കെ ഒന്ന് കുക്കായി വരട്ടെ. ഇനി ഒരു കുഞ്ഞു ബൗളിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി കറി എന്തായെന്ന് തുറന്നു നോക്കാം. കറി കണ്ടോ, നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. മീനൊക്കെ നല്ല പാകത്തിന് തന്നെ കുക്കായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കാശ്മീരി മുളക് പൊടിയും പെപ്പർ പൗഡറൊക്കെ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മീനൊന്നും ഉടഞ്ഞു പോകാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു 1-2 മിനിറ്റ് കൂടെ അടുപ്പിൽ വെച്ചാൽ മതി. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള മത്തിക്കറി റെഡി. നോക്കിയേ, കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? ഈ ഒരു മത്തിക്കറി ഉണ്ടല്ലോ, ചട്ടിയിൽ ഇരിക്കുന്നതോറും ഒന്നുകൂടി നന്നായിട്ട് കുറുകി വരും. അപ്പോൾ കഴിക്കണം, അപ്പോഴാണ് റിയൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. നല്ല കുറുകിയ കട്ടിയുള്ള ഗ്രേവി ആയതുകൊണ്ട് തന്നെ എന്തിൻ്റെ കൂടെ കഴിക്കാനും ബെസ്റ്റ് കോമ്പിനേഷനാണ്. പിന്നെ ഈ ഒരു മത്തിക്കറി ഉണ്ടല്ലോ, അധികം ലൂസാക്കാതെ ഇതുപോലെ നന്നായിട്ട് കുറുക്കി കഴിക്കണം. അങ്ങനെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉള്ളത്. ഇപ്പം മത്തിയൊക്കെ വളരെ സുലഭമായി കിട്ടുന്ന സമയമല്ലേ. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇതിൻ്റെ രുചി തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി മത്തിക്കറി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.